കേന്ദ്രമന്ത്രി അമിത്ഷായെ നിലയ്ക്ക് നിർത്തണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ട് മമതാ ബാനർജി രംഗത്ത്. അമിത്ഷാ ഭിന്നത ഉണ്ടാക്കുന്നുവെന്നും അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നുവെന്നും അതിനെ നിയന്ത്രിക്കണമെന്നുമാണ് പറയുന്നത്. എന്നാൽ മമത എന്താണ് ബംഗാളിൽ നടത്തുന്നത് എന്നാണ് BJP ചോദിക്കുന്നത്. മുസ്ലിങ്ങളെ കലാപത്തിന് പ്രേരിപ്പിച്ചിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നതെന്നും ഹിന്ദുക്കൾക്ക് നേരെ അവർ വാളെടുക്കുന്നു, അവരുടെ സമാധാനം കളയുന്നു, എന്നിട്ടും നിശബ്ദമായി തുടരുകയാണ് ചെയ്യുന്നത് എന്നതാണ് പൊതുജന വിലയിരുത്തൽ. അതിനിടയിലാണ് കേന്ദ്രത്തിനെതിരെ മമത രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ പരാതിയുമായിട്ടാണ് മമത രംഗത്ത് വന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ബംഗാളിലെ അവിടേക്ക് എത്തുന്നവരുടെ വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനവുമായി പങ്കുവെക്കുന്നില്ല എന്നതാണ് മമതാ ബാനർജി പരാതിപ്പെടുന്നത്. കൂടാതെ തന്നെ BSFന്റെ അതിർത്തി പരിധി 50 കിലോമീറ്റർ നീട്ടിയതിനെതിരെയും മമതാ ബാനർജി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചതും. അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്തേക്ക് BSFന്റെ അധികാര പരിധി നീട്ടിയ കേന്ദ്രത്തിന്റെ തീരുമാനമാണ് മമത ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നതും. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ സമാധാനം നിലനിർത്താൻ മമത ബംഗാളിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. മുർഷിദാബാദിലെ ഭരണകൂടം ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഉചിതമായ സമയത്ത് താൻ മുർഷിദാബാദ് സന്ദർശിക്കുമെന്നുമാണ് മമതാ ബാനർജി വ്യക്തമാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ മമതാ ബാനർജി ഇന്ന് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അമിത്ഷാ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്, അതുപോലെ പ്രധാനമന്ത്രി അമിത്ഷായെ നിലയ്ക്ക് നിർത്തണം എന്നതാണ് മമത അഭിപ്രായപ്പെടുന്നതും. അതേസമയം വഖഫ് നിയമത്തിനെതിരായ കലാപം പൊട്ടിപ്പുറപ്പെട്ട മുർഷിദാബാദിൽ സന്ദർശനം നടത്തുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ കാണാൻ ഞാൻ വ്യക്തിപരമായി ആ സ്ഥലത്തേക്ക് പോകുന്നു. വിഷയത്തിൽ ഞാൻ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുമെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയാൻ നാം കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ തീർച്ചയായും മുർഷിദാബാദ് സന്ദർശിക്കുകയും അവിടെ ഒരു BSF ക്യാമ്പ് സ്ഥാപിക്കുമെന്ന് പ്രദേശത്തെ ജനങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം CV ആനന്ദ് ബോസിനോട് പ്രദേശമായ മുർഷിദാബാദ് ജില്ലയിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. സ്ഥിതിഗതികൾ ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് എന്നും ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നും മമത പറയുകയാണ്. അതുപോലെ പ്രദേശവാസികളല്ലാത്തവർ ഇപ്പോൾ മുർഷിദാബാദ് സന്ദർശിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാൻ ഞാൻ ഗവർണറോട് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞതും. അതുപോലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് എന്നും മമത വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.